ഇന്ന് കാത്തൂനൊക്കെ ഒരു എക്സാം മോർണിംഗ് ആയിരുന്നു. ഭയങ്കര മഴയായിരുന്നു. 3 പേരും കൂടി രാവിലെ ഇങ്ങനെ എണീറ്റൊക്കെ ഇരുന്ന് മടിച്ച് കാത്തു സന്തോഷത്തോടെ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി എല്ലാം പഠിച്ചിറങ്ങി. അപ്പവും കല്യാണി കാത്തുവിൻ്റെ ടാറ്റയൊക്കെ കൊടുത്ത് കാത്തു ഇറങ്ങിയപ്പോൾ തൊട്ടേ ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. കല്യാണി ഇങ്ങനെ കാത്തു ചേച്ചി പോകുന്നതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് ടാറ്റയൊക്കെ കൊടുത്ത്. അപ്പൂസും അങ്കൻവാടി പോകാൻ വേണ്ടി രാവിലെ കുളിക്കാനും ഒരുങ്ങാനൊക്കെ തുടങ്ങുന്നു. പിന്നെ മഴ ഫുള്ളായിട്ട് ചള്ളയും പൂക്കൾ പൊഴിഞ്ഞതും ഇലകളും എല്ലാം ഇങ്ങനെ മിറ്റം വഴി നടക്കുക. ഞാൻ ഫുള്ള് മിറ്റവും നമ്മുടെ അപ്പുറത്തെ പറമ്പും ആൻറ്റിയുടെ ചെടിയും എല്ലാം ഇങ്ങനെ നോക്കി. കപ്പയ്ക്കകത്താണ് ഭയങ്കര മഴ പെയ്ത് അളിഞ്ഞ് പൊളിഞ്ഞ്. പിന്നെ കാത്തൂനെ അപ്പൂനെയും കുളിപ്പിക്കാൻ കല്യാണി അപ്പൂനെയും കുളിപ്പിക്കാൻ തുളസിയും പനിക്കൂർക്ക എടുക്കാൻ വേണ്ടിയുള്ള പോക്കായിരുന്നു. അതിങ്ങനെ കറങ്ങി ഇങ്ങനെ അപ്പുറം പറമ്പിൽ കൂടെയും എല്ലാം നല്ല തുളസിയാട്ടോ. ആവിയൊക്കെ പിടിക്കാൻ നല്ല മണമുണ്ട്. നമ്മുടെ സാധാ നാട്ടിലെ തുളസിയാട്ടോ. പിന്നെ അപ്പുറത്തെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ ഒന്ന് നടന്ന് ഇങ്ങനെ ഞങ്ങൾ അപ്പുറത്തൂടെ. അപ്പോൾ അവിടെ ചെറുപൂള നിൽക്കുന്നുണ്ട്. അതിന് ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കി. അങ്ങനെ അപ്പുറത്തെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് പനിക്കൂർക്കയൊക്കെ ഞുള്ളി ഞങ്ങൾ കുറേ നേരം ആലോചിച്ചു. എന്ത് പനിക്കൂർക്ക ഉണ്ടായിരുന്നതെന്നറിയോ? ഇപ്പോൾ ഇല്ല, കുറച്ചേ ഉള്ളൂ. ഞാനാണ് ഇന്ന് ഞുള്ളുന്നയാൾ. അത് കഴിഞ്ഞപ്പോൾ തിരിച്ചിപ്പുറം വഴിയെല്ലാം ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. നേരെ അതും കൊണ്ട് നമ്മുടെ വീടിൻ്റെ മേളത്തെ വീടുണ്ട്, നമുക്ക് തൊട്ട് മേളിലത്തെ നമ്മുടെ സ്വന്തം വീടാണ്. അതിൻ്റെ മണ്ടയിൽ കൂടെ ഒക്കെ പോയി അവിടെ എല്ലാം ചപ്പെല്ലാം തെളിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മണ്ടയിൽ നോക്കാൻ പോയി. പിന്നെ എൻ്റെ ആത്തച്ചക്കയ്ക്കകത്ത് ഇഷ്ടം പോലെ ആത്തച്ചക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ തന്നെ തൊട്ടടുത്തൊരു ചാമ്പയുണ്ട്. ചാമ്പയിൽ ഇഷ്ടം പോലെ ചാമ്പയ്ക്ക മൊട്ടിട്ട് പൂവിട്ടതേ ഉള്ളൂ. ചാമ്പയ്ക്ക ആയില്ല, പൂവിട്ടു. അതൊക്കെ നോക്കി നിന്ന് നല്ല രസമുണ്ടായിരുന്നു. രാവിലെ മഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പറമ്പിലോട്ടൊക്കെ ഇറങ്ങാനൊക്കെ. അതെല്ലാം കഴിഞ്ഞിങ്ങനെ മേളത്തെ വീടിൻ്റെ പുറകിൽ കൂടെ ഒക്കെ ഒന്ന് നടന്ന് നമ്മൾ കിണറ്റിൽ വന്ന് വെള്ളമൊക്കെ നടന്ന്. കിണറ്റിൽ നല്ല വെള്ളമായി, മഴ അതുപോലെ പെയ്യുന്നുണ്ടായിരുന്നേ. പിന്നെ കിണറൊക്കെ നോക്കി ഇങ്ങി പോന്നു.